10 ഫുഡുള്ളതിൽ ഒരെണ്ണം ജപ്പാൻകാരുടെ ഏജ്, അതായത് അവരൊരു 80, 90, 100 ഇയേഴ്സ് വരെ വൺ ഓഫ് ദ ഫുഡ് ദേ ആർ കൺസ്യൂമിങ് റെഗുലർലി സ്വീറ്റ്. നമ്മൾ ഈ എന്താണ് കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിക്കണം എന്ന് നമ്മൾ പറയുന്നതിന്റെ വേറൊരു കാരണം, ഈ ഫൈബർ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇതൊരു ബ്രഷ് പോലെ ആക്ട് ചെയ്യും നമ്മുടെ കുടൽ. ആർക്കെങ്കിലും ഇതിനകത്ത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ CTCR ആയിട്ട് ബന്ധപ്പെടുക. അതിന് ഞങ്ങൾക്കൊരു ടെക്നോ ഇൻക്യുബേഷൻ സെന്റർ തന്നെ ചെയ്യുന്നുണ്ട്. ഈൽഡ് കുറയുന്നതിന്റെ മുഖ്യ കാരണമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇനിയും ഫ്യൂച്ചറിൽ ട്യൂബർ ക്രോപ്സിൽ ഏറ്റവും പ്രോസ്പെക്ട് ഉള്ള ഒരു ക്രോപ്പാണ് സ്വീറ്റ്. അതിന്റെ സ്കിന്ന് ഡാമേജ് വരുമ്പോഴും ഇതുപോലെ ഉണ്ടാവും. അപ്പൊ നമ്മള് CTCR നിലനിൽപ്പില്ല. 22 ഇനങ്ങള് നമ്മൾ റിലീസ് ചെയ്യും. 22 ഇനങ്ങളില് ഈ ഓറഞ്ച് കളർ, പർപ്പിൾ കളർ എന്ന് പറയുന്ന ഇനങ്ങൾ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഭൂസോന, ഭൂകൃഷ്ണ, ഭൂകാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭുവനേശ്വരിന്ന് റിലീസ് ചെയ്ത വെറൈറ്റികളും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇത്രത്തോളം ഇത് പോപ്പുലറൈസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒരു വളരെ കുറച്ച് എക്സ്റ്റെന്റ് ഇത് വന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ ഷേർലിയുടെ ഇപ്പൊ ഈ വെറൈറ്റികൾ ഇപ്പൊ റിലീസ് ആവും അടുത്ത ഒരു 2 വർഷത്തിനകം അതും വരും. പക്ഷെ ആൾക്കാരുടെ അടുത്ത് ഇതിന്റെ ഒരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അത്രത്തോളം ഉണ്ടോ എന്ന് നമുക്ക് അതിന്റെ ഒരു അവകാശപ്പെടാനായിട്ടില്ല. പക്ഷെ അതിനിപ്പോ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്ന ഒന്നാമത്തത് ഈ പറഞ്ഞതുപോലെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ട് സൂപ്പർ. അതാണ് നമ്മൾ ഈ ജപ്പാൻകാരുടെ എക്സാമ്പിൾ പറഞ്ഞു, 150 ഗ്രാമിന്റെ കാര്യം പറഞ്ഞു, ഇതിന്റെ ഇലയുടെ കാര്യം, ഇതെല്ലാം നമ്മൾ അവിടെ എല്ലാം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ സ്കെയിലിൽ നമ്മൾ പോകുമ്പോഴത്തേന് ഇതിന്റെ പൊടിയാണ് ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ ഈ ജിജോ ചെയ്യുന്നത് പോലെ ഇവർക്ക് മാർക്കറ്റ് ട്യൂബർ റോ ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പൊടിച്ച് ഈ വാല്യൂ അഡീഷൻ പൊടിച്ച് ഇതിന്റെ സ്റ്റാർച്ച് കൊടുത്ത് അതിൽ നിന്ന് പല പ്രോഡക്ട്സ് ഉണ്ടാക്കി. ഈവൻ സ്റ്റാർച്ച് ആയിട്ട് തന്നെ വേണമെങ്കിലും കൊടുത്താല് അതൊരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആണ്. ഇന്റർനെറ്റിൽ കണ്ടതാ. ആദ്യം സ്റ്റീം ചെയ്യും. അത് ഞങ്ങള് കണ്ടു, ജിജോ ഞങ്ങളെ കാണിച്ചു. അത് ജിജോ പറയുന്നത് ഈ വെറൈറ്റി വളരെ നല്ലതാന്നാ പറയുന്നത്. കാരണം സ്റ്റാർച്ച് ഇതിനകത്ത് വളരെ കുറവായതുകൊണ്ട്. ഈ പറഞ്ഞ ഇപ്പം ഇവര് കാണിച്ചില്ലേ നമ്മുടെ ഈ ഓറഞ്ച്, അത് നല്ലതാണെന്നാണ് പുള്ളി പറയുന്നത്. കാരണം ഷേർലിയും പറയുന്നത് സ്റ്റാർച്ച് കണ്ടന്റ് കുറവായതുകൊണ്ട് നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും കുറച്ചുകൂടെ പ്രോസസ്സിങ്ങിന്. സ്വീറ്റ് പൊട്ടറ്റോ ഈസ് എ സൂപ്പർ ഫുഡ്. ബട്ട് നമുക്ക് ബൈ ത്രൂ വാല്യൂ അഡീഷൻ ഇങ്ങനെ നമുക്കതിനെ ഒരു കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാരണം ഇനിയും ഫ്യൂച്ചറിൽ ട്യൂബർ ക്രോപ്സിൽ ഏറ്റവും പ്രോസ്പെക്ട് ഉള്ള ഒരു ക്രോപ്പാണ് സ്വീറ്റ് പൊട്ടറ്റോ. 10 ഫുഡുള്ളതിൽ ഒരെണ്ണം ജപ്പാൻകാരുടെ ഏജ്, അതായത് അവരൊരു 80, 90, 100 ഇയേഴ്സ് വരെ വൺ ഓഫ് ദ ഫുഡ് ദേ ആർ കൺസ്യൂമിങ് റെഗുലർലി സ്വീറ്റ് പൊട്ടറ്റോ. അവര് ഇപ്പൊ ആൾക്കാർക്ക് അറിയാം. തമിഴം പറയുന്ന സക്കരവള്ളി കിഴങ്ങ് അത് ഇത്ര ഒരു അല്ല, തിരുവനന്തപുരത്ത് ഇതിന് പറയുന്നത് എന്തുവെന്ന് അറിയാമോ? ചീനിക്കിഴങ്ങ്. CTCR തന്നെ നമുക്ക് കുറെ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് തന്നെ ഈ പർപ്പിൾ, യെല്ലോ വെച്ചിട്ട് ഒത്തിരി പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിനകത്ത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ CTCR ആയിട്ട് ബന്ധപ്പെടുക. അതിന് ഞങ്ങൾക്കൊരു ടെക്നോ ഇൻക്യുബേഷൻ സെന്റർ തന്നെ ഉണ്ട്. അവർ ട്രെയിനിങ് തരും. ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു MOU ലൈസൻസോ ഒക്കെ എടുത്തിട്ട് നമുക്കൊരു ലാർജ് സ്കെയിലിൽ പോവാം. അതിനുള്ള നോ ഹൗ ഉള്ളി വി വിൽ ഗിവ്. ദാറ്റ് ഈസ് ദ ടെക്നിക്കൽ നോ ഹൗ ഉള്ളി CTCR വിൽ പ്രൊവൈഡ്. ബട്ട് ലോൺ ആൻഡ് ഓൾ യു ഹാവ് ടു മേക്ക് യുവർ സെൽഫ്. അതാണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അതിനുള്ള സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ സജീവ് ആണ് ടെക്നോ ഇൻക്യുബേഷൻ സെന്റർ മാനേജ് ചെയ്യുന്നത്. സജീവിന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം, കോണ്ടാക്ട് ചെയ്താൽ മതി. അവർ ഏത് വിധത്തിലുള്ള ടെക്നിക്കൽ നോഹവും അവർ തരും. നിങ്ങൾക്കൊരു വലിയൊരു സ്കെയിലിലോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളും ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്കും ഈ മരച്ചീനിക്കും തമ്മിൽ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് ഒത്തിരി വ്യത്യാസം. എത്ര ഇതിനകത്ത് പിന്നെ മരച്ചീനിക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ 23 മുതൽ 28% വരെ, മാക്സിമം 28. ഇതിനകത്ത് ഒരു 13 മുതൽ 16 മാക്സിമം. 11 തൊട്ട് പക്ഷെ എന്നാലും ആവറേജ് 11 തൊട്ട് 16 വരെ. ഫൈബർ കണ്ടന്റ് ആണ് സ്വീറ്റ് പൊട്ടറ്റോയുടെ ഏറ്റവും വലിയ. ഫൈബർ ഇതിലും ഉണ്ട്. ഫൈബർ മരച്ചീനിയിലും ഉണ്ട്. മരച്ചീനിയിലും മധുരക്കിഴങ്ങിലെല്ലാം ഫൈബർ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് പൂവക്കിഴങ്ങ്. അതുകൊണ്ടാണ് നമ്മളിത് കഴിക്കുമ്പം നമ്മൾ ഈ എന്താണ് കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിക്കണം എന്ന് നമ്മൾ പറയുന്നതിന്റെ വേറൊരു കാരണം, ഈ ഫൈബർ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇതൊരു ബ്രഷ് പോലെ ആക്ട് ചെയ്യും നമ്മുടെ കുടലില്. എന്നിട്ട് നമ്മുടെ കുടലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ എല്ലാ ഇമ്പ്യൂരിറ്റീസ്, അഴുക്കുകളെല്ലാം ഇതൊരു ബ്രഷ് പോലെ തൂത്ത്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാന്ന് പറയാനുള്ള ഒരു കാരണം. നിങ്ങൾ സാധാരണ ഏത് രീതിയിലാണ് നടുന്നത്? കമ്പ് മുറിക്കുന്ന ഏത് രീതിയിലാണ് മുറിക്കുന്നത്? പൊട്ടിക്കുന്നത്. പൊട്ടിക്കുമ്പോൾ അതിന്റെ ആ സർഫസ്, അതിനെ നിങ്ങൾ മുറിക്കുന്ന ഭാഗങ്ങൾ കയറി ഇറങ്ങി വരും അല്ലേ?
കയറി ഇറങ്ങി വരും. അപ്പോൾ അതിൻ്റെ ഒരു ദോഷം ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും മെയിൻ കണ്ടന്റ് അതാണ്. ശരിക്കും ഞങ്ങൾ ശരിക്കും ഇതൊരു ആക്സ വെച്ചിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്ത കമ്പാണ്. ഇത് ശരിക്കും എപ്പോഴും കമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സമയം കഴിഞ്ഞാൽ നടുന്നത്? ഇപ്പോൾ 5 കിളയ്ക്കാൻ നിൽക്കുകയാണ് നിങ്ങളുടെ പറമ്പിൽ, ഒരാൾ കമ്പ് മുറിക്കാൻ നിൽക്കും, അയാൾ എപ്പോഴാണ് നടുന്നത്? ഫീൽഡിൽ എപ്പോഴാണ് നടുന്നത്? കുറച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ. അതാണ് ശരിക്കും ഫാൾട്ട്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എല്ലാ പ്രോസസ്സും ചെയ്യുന്നുണ്ട്. ഈൽഡ് കുറയുന്നതിൻ്റെ മുഖ്യ കാരണമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുറിച്ചിട്ട് നാളെ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം ഹീലിംഗ് നടന്നിരിക്കും അല്ലേ? ഹീലിംഗ് നടന്നത് എങ്ങനെയാകും? 2 രീതിയിൽ ഹീൽ ചെയ്യാം. എങ്ങനെയാണ്? നമുക്കൊരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിക്കും ബ്ലഡ് അവിടെ ക്ലോട്ടായി അങ്ങനെ ഒരു ഹീലാവാം. അതേ ഒരു ഹീലാവും ഡ്രൈ ആയിക്കൊണ്ട് ഹീലാവും. അപ്പോൾ ഈ ഇന്ന് മുറിച്ചിട്ട് നാളെ നടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഏരിയ ഡ്രൈ ആവുകയും ഹീലാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിത് പിറ്റേ ദിവസം ഫീൽഡ് വരുമ്പോൾ എത്ര റൂട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകും? അപ്പോൾ റൂട്ടിൻ്റെ എണ്ണം കുറയും. ശരിക്കും നിങ്ങൾ നനവുള്ള മണ്ണിൽ മുറിക്കുന്ന അതേപടി എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറിനകത്ത് നിങ്ങളിത് നടുമെങ്കിൽ ശരിക്കും ഇതിൻ്റെ റൂട്ടിൻ്റെ എണ്ണം കൂടും. റൂട്ടിൻ്റെ എണ്ണം കൂടുകയും ട്യൂബറിൻ്റെ, അപ്പോൾ നിങ്ങൾക്കറിയാലോ റൂട്ടിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ട്യൂബറിൻ്റെ എണ്ണം കൂടും അല്ലേ? റൂട്ടിൻ്റെ എണ്ണം കൂടുമ്പോൾ ട്യൂബറിൻ്റെ എണ്ണം കൂടും. നിങ്ങൾ ഇന്ന് മുറിച്ചിട്ട് നാളെ ചെയ്യുമ്പോൾ എന്താണ്? ഡ്രൈ ആയിട്ടാണ് ഹീൽ ചെയ്യുന്നത്. മറ്റേ നിങ്ങൾ ഫ്രഷിൽ ശരിക്കും ഉണങ്ങിയ മണ്ണിൽ, ഇത് ഞാൻ പറയുന്നുണ്ട്, ഉണങ്ങിയ മണ്ണിൽ വയ്ക്കരുത്. ഉണങ്ങിയ മണ്ണിൽ ശരിക്കും ഒരു നനവുള്ള മണ്ണിൽ വയ്ക്കുമ്പോഴേക്കും അധികം ഡാമേജും വരില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സർജറി ചെയ്താൽ എന്താ ചെയ്യുന്നത്? സർജറി നമ്മളെ തന്നെ സർജറി ചെയ്യുന്നത് എന്ത് ചെയ്യണം? ICU കയറ്റും നമ്മളെ അല്ലേ? ഇത് ശരിക്കും നിങ്ങളൊരു സർജറി അല്ലേ ചെയ്യുന്നത് അല്ലേ? നിങ്ങളൊരു മുറിക്കുന്ന ഒരു സർജറിയാണ് നടക്കുന്നത്, ഒരു ബോൺ ഗ്രാഫ്റ്റാണ് നടക്കുന്നത് അവിടെ. ആ പ്രോസസ്സ് അതുപോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണം വരും. മുറിക്കുന്നതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു ഇതാണ് നമ്മൾ മുറിക്കുന്നതിന്റെ റൗണ്ട്. ചാനൽ ഇത്ര ഈ സൈസ് ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഇത് മതി. ഇത്ര ഈ ഒരു കൈ 6 ഇഞ്ച് മതി. 6 ഇഞ്ച് മതി. അതിൽ നമ്മൾ നടുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് സഖാൻ പറയാനുണ്ട് എത്ര മുകളമെന്നാണ്. അങ്ങനെയില്ല. ശരിക്കും മുകളം നമുക്ക് അടുപ്പിച്ച് വരുന്നതിന് ഒരു ഇത്ര ലെന്ത് മതി. പക്ഷെ ദൂരെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നീളം കൂട്ടാം. നമുക്ക് മിനി സെറ്റിന് കറക്റ്റ് ഇത് വേണ്ട 1 2 3 4 5 നമുക്ക് തൈ ഉണ്ടാക്കാൻ പറ്റും. 5 തൈ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മുറിവ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൽ വേണമെങ്കിൽ മിനി സെറ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ചെറിയ പീസിൽ ഉണ്ടാക്കി എടുക്കാം. പക്ഷേ നമുക്ക് മുതിരക്കിഴങ്ങ് വള്ളി ഒരുപാട് ഉള്ളതുകൊണ്ട് അല്ലാതെ തന്നെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും ഒരു 6 ഇഞ്ച് 15 സെന്റിമീറ്റർ 15-20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതുപോലെ നമ്മൾ മൂട് ഇതുപോലെ റൗണ്ട് ആയിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ട്യൂബർ ഉണ്ടാവും. കണ്ടില്ലേ ഇതുപോലെ എല്ലാ ഭാഗത്തും ട്യൂബർ ഉണ്ടാവും. പക്ഷെ ഇത് നിസ്സാരമാണ്. പുള്ളി പറഞ്ഞില്ലേ വെട്ടി ഒടിച്ച് നടുക എന്ന് പറയും. ഈ വെട്ടി ഒടിച്ച് നടുക എന്ന് അങ്ങനെ ഇരിക്കും അല്ലേ? മൂട് ഷേപ്പില്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ഇതിന് വേറെ കാര്യമാണ്. ചിലർ ഒറ്റ വെട്ടിൽ നമുക്ക് നടാം. ഈ ഒറ്റ വെട്ടിൽ സംഭവിക്കുന്നതെന്ന് പറയാം ഇതിന് ലെന്ത് കൂടുതലാണ്, ഈ ഭാഗം ലെന്ത് കുറവാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ചെടി നിൽക്കുമ്പോൾ ഇതിന് ഇത്ര ലെന്തേ ഉള്ളൂ. ഇത് ഫോക്കസ് ചെയ്യുന്ന ഈ മൂലയായിരിക്കും. നമുക്കറിയാം ഒരു കരിക്ക് ഒരു തേങ്ങ കൊല ഉണ്ടാകുമ്പോൾ അതിൽ ഏതാ ആദ്യം മൂക്കുന്നത്? എൻഡിലുള്ളതാണ് അല്ലേ? ഈ എൻഡിലുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയിൽ ആദ്യം റൂട്ട് വരണം ഇവിടെയാണ്. ഇവിടെ പിന്നീടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനായിരിക്കും ഈ ചെടി ഫോക്കസ് ചെയ്യുന്ന ഈ ഒരൊറ്റ റൂട്ടിനാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ട്യൂബർ ഉണ്ടാവുകയും ഈ മാർ സൈഡെല്ലാം സൈസ് ചെറിയ ട്യൂബറുകൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് വേണ്ട എന്താണ്? യൂണിഫോം ആയിട്ടുള്ള ട്യൂബറാണ്. ആക്സോബ്ലേഡ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണവും ദോഷവും ഞാൻ പറയുകയാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ ഒരു ട്യൂബർ ഉണ്ടാകുമ്പോൾ ചെടി മറിയാനും ഇങ്ങോട്ട് മറിയാനും ഇവിടെ ഒരു കുറച്ച് പേരുകൾ ഉണ്ടാവും. കാറ്റടിച്ച് മറിയാനും ബാലൻസ് തെറ്റാനും സാധ്യതയുണ്ട്. ചിലർ പറയും കപ്പ മറിഞ്ഞ് വീണാൽ അതിനെ നൂത്ത് വയ്ക്കാം. പക്ഷെ നൂത്ത് വെച്ചിട്ട് കാര്യമില്ല. കാരണം ആ റൂട്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നൂത്ത് വെച്ചിട്ട് പൊട്ടിപ്പോകുന്നതല്ലാതെ അതുകൊണ്ട് വേറെ മറിയാതെ നിങ്ങൾ നോക്കുക. റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇതുണ്ടല്ലോ ശരിക്കും റൗണ്ടായിട്ട് വെച്ചാൽ ഇതുപോലെ ഉണ്ടാവും ട്യൂബർ. മുന്തിരി കൊല പോലെ എല്ലാ ഭാഗത്തും ട്യൂബർ ഉണ്ടാവും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ ചരിച്ച് മുറിക്കുന്നതിന്റെ അപാകതകളാണ് ഈ വരുന്നത്. ട്യൂബർ ഉണ്ടാവും. ഇത് കണ്ടില്ലേ? ഈ ഒരു സൈഡ് ഉണ്ടാവും. ഇത് കണ്ടോ? ഇത് ഡാമേജ്. ചിലപ്പോൾ നിങ്ങൾ ഈ മണ്ണിലേക്ക് കുത്തി ആഴ്ന്നിറക്കുമ്പോഴേക്കും അതിന്റെ സ്കിന്ന് ഡാമേജ് വരുമ്പോഴും ഇതുപോലെ ഉണ്ടാവും. സ്കിന്ന് ഡാമേജ് വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുത്തി ഇറക്കുമല്ലോ, ചരലിലായിരിക്കും ഞാൻ കുത്തി ഇറക്കണം. ഇവിടുത്തെ ഈ സ്കിന്നെല്ലാം ഇളവി അങ്ങ് പോകുന്ന സമയത്തും ഇതുപോലെ ട്യൂബർ ഉണ്ടാവും. ശരിക്കും നമ്മൾ തന്നെയാണ് അതിന്റെ നമ്മളിപ്പോൾ 100 എണ്ണം നട്ടു കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധ ചെലുത്തിയാൽ ഈൽഡ് കൂട്ടാൻ പറ്റും. ശ്രദ്ധ ഇല്ലെങ്കിൽ ഈൽഡ് കുറയുകയാണ് ചെയ്യും. ഇതുപോലെ ഉണ്ടാവും. കണ്ടോ? അപ്പൊ അതിന്റെ ഒരു ഇതുപോലെ ഒറ്റ ചെരുവാണ്. ഇതുണ്ടോ? ഇങ്ങനെ വെട്ടി നട്ട ട്യൂബറാണ്. ഇവിടെ ട്യൂബർ ഉണ്ടായിട്ടില്ല. ഈ സൈഡിൽ മാത്രം ഉണ്ടായി. ഇവിടെ കണ്ടോ? ഹീൽ ചെയ്തിട്ട് അവിടെ ട്യൂബർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഹോള് കയറുന്നതും അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ എന്താണ് ഇതിനകത്തുള്ള ഡെഡ് ആവും. അകത്തുള്ള ആ പഞ്ഞു പോലുള്ള ഭാഗം ഡെഡ് ആകുകയും അതിനകത്ത് ചതിൽ കയറുകയും ചെയ്യും.